എനിക്ക് ദൈവം എന്നെ നിങ്ങളെ സഹായിക്കാനാണ് നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലേലും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഒന്ന്, എൻ്റെ ദൈവത്തോടുള്ള സ്നേഹം. രണ്ട്, എൻ്റെ സഹോദരങ്ങളോടുള്ള സ്നേഹം. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളെ വേറൊരു ഗ്രൂപ്പിലേക്ക് വലിച്ചു കയറ്റുകയല്ല, പകരം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ചിന്ത തരികയാണ്. തുടർന്ന് നിങ്ങൾ പ്രകാശിക്കണം. അനേകരെ ആ പ്രകാശത്തിലേക്ക് കൂട്ടി വരുത്തുവാനിടയാകണം. ഗ്ലോറി. അന്ധകാരമായി ലോകത്ത് നിങ്ങൾ പ്രകാശമായി നടക്കണം. ഗ്ലോറി. ഈ മീറ്റിംഗ് തുടർന്ന് വൈകിട്ടും തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. നാളെ രാവിലെ 7 മണിയോടുകൂടെ വീണ്ടും ശുശ്രൂഷയുടെ ആരംഭിക്കും. അറൗണ്ട് 7:30 നമ്മൾ ഇവിടെ പ്രസംഗം ആരംഭിക്കും. തുടർന്ന് 7:30 ആരംഭിക്കുന്ന പ്രസംഗം വൈകിട്ട് 5 മണി വരെയും പോയിക്കൊണ്ടേയിരിക്കും. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവം എനിക്ക് ശക്തി തരും, പക്ഷേ ഇരുന്ന് കേൾക്കാനുള്ള ശക്തി നിങ്ങൾ പ്രാപിച്ചു. ഗ്ലോറി, ഹല്ലേലൂയ. അത് മറ്റന്നാൾ ഉച്ചയ്ക്ക് 2:30 വരെ അത് പോകുന്നതായിരിക്കും. ദൈവം അനുവദിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും, നിങ്ങളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ. ഗ്ലോറി, ഹല്ലേലൂയ. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ നിങ്ങളുടെ ഒരു പേപ്പറിൽ എഴുതിയിടുക. തുടർന്ന് നാളെ വൈകിട്ടാകുമ്പോൾ, അല്ലെങ്കിൽ നാളെ ഉച്ച കഴിഞ്ഞ് നാളെ വൈകിട്ടാകുമ്പോൾ ദൈവദാസന്മാരുടെ കയ്യിൽ പാസ്റ്റർ ജോസഫിൻ്റെ കയ്യിൽ കൊടുക്കുക. എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എഴുതുന്ന പല സംശയങ്ങളും നാളെ വൈകിട്ടാകുമ്പോൾ വെട്ടിക്കളയും. അപ്പോൾ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ബാക്കി വളരെ കുറച്ച് സംശയങ്ങളെ ഉണ്ടാകത്തുള്ളൂ. തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഉത്തരം തരാനുള്ള സമയമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രസംഗത്തിൻ്റെ ഇടയിലൂടെ മറുപടി പറഞ്ഞ് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്ലോറി. ഇപ്പോൾ കഴിഞ്ഞത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ് സംസാരിക്കാൻ പോകുന്നത്? നമ്മൾ ആരാണ്? നാം ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്കെല്ലാവർക്കും പേരുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവം എനിക്കിട്ടിരിക്കുന്ന പേര് പേൾക്കെച്ചഹോ. പേൾ എന്ന് പറഞ്ഞാൽ മുത്ത്. ദൈവരാജ്യം വെളിപ്പെടുത്തുന്നതായത് ബന്ധത്തിലാണ് എനിക്ക് പേൾ എന്ന് പേരിട്ടിരിക്കുന്നത്. ദൈവരാജ്യം മുത്തിനോട് ഉപമിച്ചിരിക്കുന്നു, നിധിയോട് ഉപമിച്ചിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ദൈവം മറ്റൊരു പേരിടുമെന്നൊരു ചോദ്യം ചോദിക്കും. അതെ, ദൈവം പേരിടും. ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ ദൈവകുമാരന് പേരിട്ടത് ആരാണെന്നറിയാമോ? സ്വർഗമാ പേരിട്ടെ. എന്താ പേരിട്ടെ? അവൻ അവന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുകൊണ്ട് അവന് യേശു. എൻ്റെ അർത്ഥം എന്താ? രക്ഷകൻ. ആമേൻ, ഹല്ലേലൂയ. രക്ഷകൻ എന്ന് പേരുണ്ട്. അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ടാണ് പേര് ഇടുന്നത്. മനസ്സിലായോ? ജോലിയുമായി ബന്ധപ്പെട്ട പേരിടുന്നത്. രക്ഷകൻ എന്ന് പേരിടണം. ഗ്ലോറി. ദൈവം പേരിടുന്ന ദൈവമാണേ. ആമേൻ. ഇതാ സൈമൺ വരുന്നു. സൈമൺ വരികയാണ്. അപ്പോൾ കർത്താവിനറിയാം ഇവനെ ഞാൻ സഭയുടെ അടിസ്ഥാനങ്ങളിൽ ഒന്നാക്കാൻ പോവുകയാണ്. അപ്പോസ്തലന്മാർ അടിസ്ഥാനമാണ്. ഉടനെ തന്നെ കടന്നു വരുമ്പോൾ തന്നെ യേശു പറയുക, യു ആർ പീറ്റർ, നീ പെട്രയാ. ആമേൻ, ഗ്ലോറി. സൈമണ് ഇതാ അപ്പനും അമ്മയും ജഡത്തിലിട്ട പേരാ സൈമൺ. എന്നാൽ സ്വർഗത്തിൽ ദൈവം പേരിടുകയാ, യു ആർ പെട്ര, പീറ്റർ. ഗ്ലോറി. കണ്ടോ പേരിടുന്ന? കണ്ടോ? ആമേൻ, ഹല്ലേലൂയ. യാക്കോബിന് അപ്പനും അമ്മയിട്ട പേരാ, ജഡത്തിലുള്ള മാതാപിതാക്കന്മാരിട്ട പേരാ യാക്കോബ്. സ്വർഗത്തിലെ ദൈവം പേര് മാറ്റി ഇസ്രായേൽ. ഗ്ലോറി. എത്ര എവിഡൻസ് വേണം ബൈബിളിൽ നിന്ന്? ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് ഭൂമിയിലായിരിക്കുന്ന 7.2 ബില്യൺ ജനത്തിന് ഒരുപക്ഷെ പേരിടാൻ പറ്റുമായിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടർ കൊണ്ട്. എന്നാൽ എണ്ണിയാൽ തീരാത്ത നക്ഷത്രങ്ങളുണ്ട് സ്വർഗത്തിൽ. ആകാശത്തിൽ എണ്ണിയാൽ തീരാത്ത നക്ഷത്രങ്ങൾ. ആമേൻ. മില്യൺ മില്യൺ ഗാലക്സികൾ. നമ്മളായിരിക്കുന്ന പ്ലാനറ്റ് ആയിരിക്കുന്ന മിൽക്കി വേ പോലെയുള്ള അനേകം മിൽക്കി വേകൾ. ഗ്ലോറി, ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നക്ഷത്രങ്ങൾ. കർത്താവിന്റെ വചനം പറയുക, ഞാൻ നക്ഷത്രങ്ങളെയൊക്കെ പേര് ചൊല്ലി വിളിക്കുന്നു. അവർക്കെല്ലാം ഞാൻ പേരിട്ടിട്ടുണ്ട്. ഞാൻ അവരെല്ലാം പേര് ചൊല്ലി വിളിക്കുന്നു. ഗ്ലോറി. സ്വർഗത്തിലെ ദൈവം നമുക്ക് പേരിടുന്ന ദൈവമാണ്. ആമേൻ. ആ പേരാ ജീവിതത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഓ
അങ്ങയുടെ തണലിൽ കീഴിൽ അങ്ങ് ഞങ്ങളെ കൂട്ടിവരുത്തി. നല്ല നാഥ, ഞങ്ങളല്ല, ഞങ്ങളിലൂടെ അങ്ങ് വെളിപ്പെടുകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് ഇവിടെ കൂട്ടിവരുത്തി. ഞാനല്ല അവരുടെ ഉള്ളിൽ വെളിപ്പെടേണ്ടത്, അങ്ങാണ് അവരുടെ ഉള്ളിൽ വെളിപ്പെടേണ്ടത്. ഞാനോ കുറയണം, അങ്ങ് അവരുടെ ഉള്ളിൽ വളരണം. അവരിലൂടെ അങ്ങ് ലോകത്ത് പ്രകാശിക്കണം. ദുഷ്ടന്റെ സാമ്രാജ്യം തകരണം. അങ്ങയുടെ രാജ്യം ഇവിടെ സ്ഥാപിതമാകണം. ഇതിനായി ജനത്തെ അനുഗ്രഹിക്കുന്നു. തുടർന്നുള്ള 3 ദിവസം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ സ്തോത്രം. പിതാവേ, ശുശ്രൂഷയിൽ അകത്തും പുറത്തും ഞങ്ങളോട് ചേർന്ന് സഹകരിക്കുന്ന സഹായിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്നവരെ, പാട്ട് പാടുന്നവരെ, ഓർഗൻ വായിക്കുന്നവരെ, പ്രാർത്ഥനയിൽ സഹായിക്കുന്നവരെ, മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ക്രമീകരണങ്ങൾ എല്ലാവരെയും വെച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദിവസങ്ങൾ അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരിക്കൽ ഭക്ഷണത്തിനായി സ്തോത്രം. നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉണ്ടാക്കാരങ്ങളെ ബലപ്പെടുത്തിയാട്ടെ. കഴിച്ച് ബലപ്പെട്ട് വീണ്ടും ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ലേറ്റായി കടന്നു വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യണം. കർത്താവ് നിങ്ങളോട് കൂട്ടായിരിക്കട്ടെ. തുടർന്നുള്ള അനൗൺസ്മെന്റുകൾ അതിവാസം പറയും. ദൈവരാജ്യം ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ദൈവരാജ്യം ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. യേശുവിന്റെ കർത്തൃത്വം, യേശുവിന്റെ കർത്തൃത്വം ഇവരെ ഡിക്ലെയർ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഇവരെ ഡിക്ലെയർ ചെയ്യുകയാണ്. ദൈവരാജ്യം ഒരു മനുഷ്യന്റെ സാമ്രാജ്യമല്ല, ദൈവരാജ്യം. പിതാവ്, ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി നന്ദി. ഡാഡി, അങ്ങയുടെ പദ്ധതിക്കായി അങ്ങയുടെ ഭൂമിയിലാക്കി വെച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളെ ഉപയോഗിച്ചാട്ടെ. ഹൃദയങ്ങളെ തുറന്ന് അങ്ങയുടെ ആലോചനകൾ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയാട്ടെ. അത് ചെയ്യുവാനും കൂടെ ഉള്ളതിനായി സ്തോത്രം. ഈ ചുറ്റുവട്ടത്തെ പരിസരത്തെ, പ്രത്യേകിച്ച് ഈ സൗണ്ട് സിസ്റ്റത്തെ ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ലോർഡ്, എല്ലാം കൂടെ നാം മഹത്വത്തിനായി തിരു ഞങ്ങളെ സഹായിക്കണം. കൂട്ടായിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ആമേൻ. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നാൽ ഒരു പരിപാടി നടക്കത്തില്ല. അകം കണ്ണ് തുറന്നാൽ കർത്താവിനെ കാണാം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു വ്യക്തിയോട് പറഞ്ഞ കർത്താവ് കൂടെ ഉണ്ട്. ആമേ. പപ്പ കൂടെ ഉണ്ട്, ഡാഡി കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ. ആമേ. ഹല്ലേലൂയ. ആമേ. ഇത് കളിതമാശുള്ള കാര്യമല്ല, യഥാർത്ഥ കാര്യമാണ്. ഹല്ലേലൂയ. അപ്പച്ചൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൊണ്ട് വ്യാകുലപ്പെടേണ്ട. അപ്പച്ചൻ കൂടെ ഉണ്ട്. ആമേ. വേറെ ആര് കൂടെ ഉണ്ടായാലും ഈ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. അപ്പം കൂടെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യും. ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട, അപ്പച്ചനെ മാത്രം ഭയപ്പെട്ടാൽ മതി. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയോടെ ജീവിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, മനുഷ്യരെ ബഹുമാനിക്കുക. ഗ്ലോറി ടു ഗോഡ്. അവരെല്ലാം നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ്. ആമേൻ. ഹല്ലേലൂയ. കടന്നു എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഉച്ചയ്ക്ക് ശേഷവും കടന്നു വന്നവരുണ്ട് എങ്കിൽ കർത്താവ് യേശുനാഥ് നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, കൂടെ ആയിരിക്കട്ടെ. പ്രത്യേക ദൈവദാസന്മാർ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അവരെ പ്രത്യേകമായി ബഹുമാനിക്കുക. ദൈവത്തിന്റെ വചനം പോലെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. ഗ്ലോറി. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. തുടർന്ന് പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്തകൾ
ദൈവജനത്തെ, ഏതാനും ദിവസം മാത്രം ഇവിടെ ജീവിക്കുന്ന ദൈവജനത്തെ അറിയിക്കുന്നു. പ്രിയ കുഞ്ഞെ, നിനക്ക് ഇതാണ് നിന്റെ അപ്പൻ്റെ ആഗ്രഹം, ഇത് ചെയ്യുവാൻ മനസ്സുണ്ടെങ്കിൽ നിനക്ക് നിത്യമായി നിന്റെ പിതാവിനോട് കൂടെ വസിക്കാം എന്ന് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഏതൊരു കൂട്ടത്തിലേക്ക് ആക്കുകയല്ല, പകരം നിന്നെ സ്വർഗത്തിലേക്ക് ആക്കാൻ സഹായിക്കുകയാണ്. ഗ്ലോറി. വലിയ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോട്ടീസ് വായിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ടൈറ്റിൽ, മെസ്സേജിൻ്റെ ടൈറ്റിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉണരൂ, തത്സമയത്തെ ഭക്ഷണം കഴിക്കൂ. എസ്പെഷ്യലി ദൈവദാസന്മാർക്കുള്ളൊരു സന്ദേശം കൂടിയാണ് ഉണരൂ. എവിടെ നിന്നാണ് ഉണരേണ്ടത്? മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിൻ്റെ 42-ാം വാക്യത്തിലാണ് പറയുന്നത് ഉണരൂ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന മനുഷ്യൻ നടക്കുകയല്ല, ഉറങ്ങുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവൻ ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നാം പറയും, ഓ ഞാൻ നടക്കുകയാണ്, ഞാൻ വലിയ സുവിശേഷീകരണം നടത്തുകയാണ്. കർത്താവിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കർത്താവ് പറയും, നീ ഉറങ്ങുകയാണ്, ഉണരെ, ഉണരെ. ഗ്ലോറി. ഹല്ലേലൂയ. ഉണരെ. ഹല്ലേലൂയ. പിന്നെയും പറയുകയാണ്, തത്സമയത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് ദൈവദാസന്മാരോട്, ഭക്ഷണം കഴിക്കുക എന്ന് ജനത്തോടാണ്. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ ഓരോ സമയത്ത് ഓരോ ടൈപ്പ് ഭക്ഷണം ഉണ്ടാകും. സമയത്തിനനുസരിച്ച് ഭക്ഷണം മാറിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഉടനെ തന്നെ 8 മണിക്ക് സദ്യ കഴിക്കാറുണ്ടോ? ഇല്ല. കാരണം സദ്യ കഴിക്കേണ്ട സമയമില്ല. അപ്പോൾ നിങ്ങൾ ഒരു ചായ കുടിക്കും. ശരിയല്ലേ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഉച്ചയ്ക്ക് ചായ കുടിക്കുന്നുണ്ടോ? ഇല്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കും. ഗ്ലോറി. രാത്രിയിൽ ഇതുപോലെ തന്നെ അല്ലേ? അപ്പോൾ ഓരോ സമയത്തും സമയത്തിൻ്റെതായ ഭക്ഷണമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, തത്സമയത്തെ ഭക്ഷണം കൊടുക്കണം. തത്സമയത്തെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ തത്സമയത്തെ ഭക്ഷണം എന്താണെന്ന് നാം ആദ്യം അറിഞ്ഞിരിക്കണം. ഗ്ലോറി. ഹല്ലേലൂയ. അതിന് ദൈവദാസന്മാരുടെ പ്രത്യേകിച്ച് ചെവികൾ തുറന്നിരിക്കണം. ആത്മാവ് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ അത് കേൾക്കട്ടെ. അതിനായി ചെവി തുറന്നിരിക്കണം. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവജനത്തിന് അത് ലഭിക്കണം. അത് പ്രകാരം ദൈവജനം മുന്നോട്ടേക്ക് പോകണം. അല്ല എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് നാം കേൾക്കത്തില്ല, മനസ്സിലാക്കത്തില്ല, നമുക്ക് തോന്നിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകും, നാം കുടുക്കിലാവുകയും ചെയ്യും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങുക. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുവാൻ. കർത്താവേ, എൻ്റെ ഹൃദയത്തെ തുറന്നു തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രത്യേകിച്ച് ശബ്ദപരിധിയിൽ ഇൻ്റർനെറ്റിലൂടെ മറ്റു മാർഗങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനത്തോട് അറിയിക്കുകയാണ്, നിങ്ങളുടെ ബൈബിൾ എടുക്കുക, നിങ്ങളുടെ നോട്ട് പുസ്തകം തുറക്കുക. ഒന്ന്, ഇവിടെ വരുന്ന ദൈവദാസന്മാരോട് ദൈവജനത്തോട് ഞങ്ങൾ പറയാറുള്ളൊരു കാര്യം, ഞങ്ങളെ വിശ്വസിക്കരുത്. എല്ലാവരും മൈക്കെടുത്താൽ ആദ്യം പറയുന്നത് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്ന. ഞങ്ങൾ പറയുന്നു ഞങ്ങളെ വിശ്വസിക്കരുത്, പകരം നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കാം. ഗ്ലോറി. ഹല്ലേലൂയ. വചനം മാത്രമാണ് സത്യം. ആമേൻ. ഹല്ലേലൂയ. വചനവിരുദ്ധമായി എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോട്ട് ചെയ്യാം. എപ്പോഴും ഞാൻ കറക്ഷന് തയ്യാറാണ്. ഹല്ലേലൂയ. ഗ്ലോറി. എപ്പോഴും ദൈവത്തോടുള്ള പ്രാർത്ഥന, കർത്താവേ എൻ്റെ സ്വയത്തിൽ നിന്നൊന്നും കയറി വരരുതേ എന്നാണ്. ഗ്ലോറി. എന്നാലും മാനുഷിക രീതിയിൽ എന്തെങ്കിലും കയറി വന്നാൽ അവിടെ കറക്റ്റ് ചെയ്യുവാൻ തയ്യാറാണ്. നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാം. പക്ഷേ വചനത്തിന് സപ്പോർട്ടോടുകൂടി വേണം എന്ന് മാത്രം. 2-3 പേരുടെ സാക്ഷ്യമൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. ദൈവദാസന്മാർ ഈ ഒരു മാതൃക ഏറ്റെടുത്തുകൊള്ളുക. തെറ്റുകൾ എപ്പോഴും നമുക്ക് പറ്റാം, പക്ഷെ കറക്ഷൻ എപ്പോഴും തയ്യാറായിരിക്കണം. നാം ആരും ക്രിസ്തു അല്ല, ക്രിസ്താനുരൂപമാകാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അകത്തുണ്ട്, എന്നത് പുറത്തേക്ക് പൂർണ്ണമായും വെളിപ്പെടണം. അതിൻ്റെ വ്യത്യസ്ത അളവുകളിലാണ് നമുക്ക് തെറ്റ് പറ്റാം. പക്ഷേ ഇന്നത്തെ വലിയൊരു അപകടം, തെറ്റ് പ്രസംഗിച്ചു പോയി, ഇനി ഞാൻ എങ്ങനെയത് മാറ്റി പറയുമെന്നുള്ള സ്വയം താഴാൻ മനസ്സില്ലാത്ത അവസ്ഥ കടന്നു വരുമ്പോൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ അനുഗമിക്കുന്ന വലിയ സമൂഹവും കൂടെ അപകടത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ നാളിൽ പറയണം, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നതും ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നതും ഇങ്ങനെയാണ്. രക്ഷിക്കപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ പേരെഴുതുന്നത്. പക്ഷെ തുടർന്ന് വചനത്തിലൂടെ കടന്നു വന്നപ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലായി. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ രീതിയല്ല, തിരുവചനത്തിലുള്ള രീതി വേറെയാണ്. നമ്മുടെ പേരുകൾ ഓൾറെഡി ജീവിതത്തിൽ എഴുതി കഴിഞ്ഞു. ഗ്ലോറി. ഹല്ലേലൂയ. ഇനി ആ എഴുതിയവർ എല്ലാവരെയും കർത്താവ് വിളിക്കുകയാണ്. ആദ്യത്തിലുണ്ടായിരുന്ന സകലരുടെ പേരും ആ പുസ്തകത്തിലുണ്ട്. ഇനി അതാണ് ദൈവത്തിൻ്റെ ഫാമിലി ബുക്ക്. അവരെല്ലാം ദൈവം വിളിക്കുകയാണ്.
ആ വിളിയിൽ അനുസരണക്കേട് കാണിക്കുന്നവരെ ഇതാ മായ്ച്ചു കളയുകയാണ്. ഇതുകൊണ്ടാണ് മോശ പറഞ്ഞത്, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന്, മോശ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരെ മായ്ച്ചു കളയണമേ. ഇതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് പറയുന്നത്, തന്നെ ഉപദ്രവിക്കുന്ന പാപികൾ ദൈവത്തോട് പറയുകയാണ്, അവരെന്നെ ഉപദ്രവിക്കുന്നു, നീ അത് കാണുന്നില്ലേ, അവരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ. പ്രാർത്ഥനയാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ, ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നാം കണ്ടത്, എപ്പോഴാണ് പേര് എഴുതിയിരിക്കുന്നത്? ലോകസ്ഥാപനത്തിൽ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. പേരെഴുതിയത് പിതാവാണെങ്കിൽ മായ്ക്കുന്നത് പുത്രനാണ്. കാരണം ന്യായവിധി നടത്തുന്ന പുത്രനാണ്. ഗ്ലോറി. അതുകൊണ്ടാണ് വെളിപ്പാട് 3:5 പറയുന്നത്, ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന്, ഏതായി ഞാൻ യേശു ക്രിസ്തു, ഞാൻ ജീവപുസ്തകം മായ്ച്ചു കളയാതെ. ഗ്ലോറി. അപ്പോൾ യേശുവിൻ്റെ കയ്യിൽ റബ്ബറുണ്ട്. ഇത് തന്നെയാണ് പിതാവ് മോശയോടും പറയുന്നത്, എന്നോട് പാപം ചെയ്യുന്നവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ഗ്ലോറി. അപ്പോൾ ഒരു തെറ്റ് പറ്റിയെന്ന് മനസ്സിലായാൽ പിന്നെ അവിടെ കിടക്കുകയല്ല. കാരണം നാം എല്ലാം തെറ്റിൽ നിന്ന് ശരിയിലേക്കുള്ള യാത്രയിലായി പോകും. മനസ്സിലാവുന്നുണ്ടോ? സെൽഫ് സെൻറ്റേഡ് ലൈഫിൽ നിന്ന് ഗോഡ് സെൻറ്റേഡിലേക്കുള്ളൊരു യാത്ര. അതിൽ പലപ്പോഴും വീണോടത്ത് കിടക്കുന്നതാണ് തെറ്റ്. അവിടെ എഴുന്നേൽക്കുക, വീണ്ടും ആ ചെളി പൊടിയെല്ലാം കൊട്ടിക്കളഞ്ഞ് വീണ്ടും നടക്കുക. ഗ്ലോറി. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഗ്ലോറി. നമ്മൾ ആരും ഉയർന്നവരില്ല, ഉയർന്നവൻ കർത്താവ് യേശുവാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ ഉയർത്താൻ വേണ്ടിയാ യേശുവിടെ വന്നേ. അതുകൊണ്ട് ഉണരൂ. ആമേൻ, ഉണരൂ. എവിടെയാണ് നാം ഉറങ്ങിക്കിടക്കുന്നത്? മറ്റെങ്ങുമല്ല, ഈ ലോക സിസ്റ്റത്തിലാണ് നാം ഉറങ്ങിക്കിടക്കുന്നത്. ആമേൻ. എന്നിട്ട് തത്സമയത്തെ ഭക്ഷണം കഴിക്കും. തത്സമയത്തെ അവരാ നല്ല ദാസന്മാരെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഗ്ലോറി. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42-ാം വാക്യം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പിൻ. അടുത്ത വ്യക്തിയോട് പറ, ഉണർന്നിരിപ്പിൻ. ഗ്ലോറി. ഹല്ലേലൂയ. ഉണർന്നാണോ ഇരിക്കണേ? തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാവും ഉണർന്നാണോ ഇരിക്കണേ അല്ലയോ എന്ന്. ആമേൻ, ഹല്ലേലൂയ. ഇനി അതിന്റെ 45-ാം വാക്യം. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശുദ്ധനും ബുദ്ധിമാനുമായ ദാസൻ ശ്രദ്ധിച്ചാട്ടെ, തത്സമയത്തെ ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ. വിശ്വസ്തനാണ്, ബുദ്ധിമാനാണ്. ഗ്ലോറി. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. തത്സമയത്തെ ഭക്ഷണം പറഞ്ഞേ. അപ്പോ ഓരോ സമയത്തും ദൈവത്തിന് തൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കുവാനുള്ള ഭക്ഷണമുണ്ട്. ആമേൻ. ബൈബിൾ നോക്കിയാൽ അറിയാം, ഇറ്റ്സ് ലൈക്ക് എ പ്രോഗ്രസീവ് ബുക്ക്. ഇത് വളരുന്ന ഒരു പുസ്തകം പോലെ ബൈബിളിനെ കാണാൻ നമുക്ക് പറ്റും. പലരുടെയും ചിന്ത ദൈവം പണ്ട് സംസാരിച്ചിട്ട് ഇപ്പം മിണ്ടാതിരിക്കുകയാണെന്ന്. അങ്ങനെയല്ല, ദൈവം ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി. ഏതെൻ്റെ സമയത്ത്, ഏതൻ പീരീഡിൽ റിട്ടൺ ബൈബിൾ ഇല്ലെങ്കിലും ഓൾറെഡി ദൈവം സംസാരിച്ചു കഴിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ആ ദൈവം സംസാരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് അത്രേ ഉള്ളൂ. പക്ഷേ നമ്മളിന്ന് അന്നത്തെ കാലത്തല്ല ജീവിക്കുന്നത്. അന്നത്തെ ആ ദൈവം സംസാരിച്ചത് വീണ്ടും വളരാൻ തുടങ്ങി. തുടർന്ന് ആദ്യത്തെ ഹവ്വയെല്ലാം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവർ ലോകത്തിലായി. തുടർന്നുള്ള ജീവിതയാത്രയിൽ അവരുടെ കുഞ്ഞുങ്ങളിലൊക്കെ ജനിക്കുക. ഇതാ അതോടൊപ്പം തന്നെ ബൈബിളും വളരാൻ തുടങ്ങി. ഹലോ, ഹല്ലേലൂയ. ജനം വളർന്ന് യാത്രയാകുന്നതിനനുസരിച്ച്
ഇതാ ബൈബിള് വളരാൻ തുടങ്ങി. അടുത്ത പുസ്തകങ്ങൾ ഇതാ മോശയുടെ പുസ്തകങ്ങൾ ജനിച്ചു. ആമേൻ. ഡിട്രോണമി വരെ എത്തി. ഹല്ലേലൂയ. തുടർന്ന് വീണ്ടും വളർന്നു, പ്രവാചകന്മാരായി വളരുക. സമയം കഴിയുന്നതനുസരിച്ച് അല്പോഴപ്പോഴുള്ള ഭക്ഷണം വന്നുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഇതാ 39 പുസ്തകങ്ങൾ വന്നു, പഴയ നിയമം. തുടർന്ന് യേശുക്രിസ്തു വന്നു. അതേ സമയത്തിനനുസരിച്ച് വീണ്ടും ബുക്ക് വളരുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പലരുടെയും ചിന്ത അന്ന് പറഞ്ഞത് ആയിരിക്കണം ഇന്ന്. നോ, ഇന്ന് ദൈവം പുതിയതാണ്. അന്നത്തെ സൂര്യോദയം പ്രതീക്ഷിച്ചിരിക്കരുത്. ഇന്ന് തത്സമയത്തെ ഭക്ഷണമാണ്. ഗ്ലോറി. ഹല്ലേലൂയ. ബാറ്ററിയില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വിഷയങ്ങളിലെ. സോറി. ഗ്ലോറി. സോറി. സമയത്തിനനുസരിച്ച് ഭക്ഷണം മാറിക്കൊണ്ടേയിരിക്കുക. യേശുവിൻ്റെ സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ പഴയ നിയമ കാലയളവിൽ നിന്ന് പുതിയ നിയമ കാലയിലേക്ക് ഷിഫ്റ്റിംഗാ. പക്ഷെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? പുസ്തകങ്ങളൊന്നുമില്ല. തുടർന്നാണ് പുതിയ നിയമ പുസ്തകങ്ങൾ വെളിപ്പെടുന്നത്. തുടർന്നാണ് സഭകൾക്ക് ലേഖനങ്ങൾ വെളിപ്പെടുന്നത്. അപ്പൊ നമ്മുടെ പലരുടെയും ചിന്ത അന്ന് 2000 വർഷം മുമ്പ് ദൈവം സംസാരിച്ച് നിർത്തി, ഫുൾ സ്റ്റോപ്പ്. അത് വളരെ തെറ്റായൊരു ധാരണയാണ്. കഴിഞ്ഞ ദിവസം ഗൾഫിൽ, ഞാൻ ഇന്നലെ വൈകിട്ട് ഗൾഫിൽ നിന്ന് വന്നോളൂ, ഒരു കുടുംബത്തെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഒരു അമ്മച്ചി അവിടെ മോളുടെ പ്രസവത്തിനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. തുടർന്ന് അമ്മച്ചി ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് അമ്മച്ചി പറയാം, അമ്മച്ചി എങ്ങനെയുണ്ടോ? നല്ല ചൂടാണ്, ഇപ്പോൾ ഒരു 47, 48 ഒക്കെ കയറി വരുന്ന സമയമാണ്. അമ്മേ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. അമ്മച്ചി എങ്ങനെയുണ്ട് ഇവിടെ? അമ്മച്ചി പറയും, എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോയാൽ മതി. അതെന്താ? നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തൻ്റെ വീട് ഇവിടെ, തൻ്റെ ഒരു മോൻ്റെ വീട് ആ മുറ്റത്ത് തന്നെ, വേറൊരു മോളുടെ വീട് അവിടെ തന്നെ. അപ്പോൾ താൻ ഇറങ്ങിയാൽ കാണുന്ന മോനും മോളും എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, അയൽക്കത്തുകാരൊക്കെ ആയിട്ട്. തനിക്കങ്ങ് സംസാരിക്കാതിരിക്കുക. തനിക്കങ്ങ് ഇതാകുമ്പോൾ അടച്ചിട്ട ഒരു റൂമിൽ അങ്ങ് കഴിയണം അമ്മച്ചി. അമ്മേ ഹല്ലേലൂയ. നമ്മൾ പലരും ചിന്തിക്കരുത് ദൈവം 2000 വർഷം മുമ്പ് മനുഷ്യരോട് സംസാരിക്കാൻ നിർത്തിയെന്ന്. ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ തെളിവ് എന്താന്ന് നിങ്ങളൊരു പക്ഷെ ചോദിക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. പൗലോസിന്റെ സമയത്ത് ഇന്നത്തെ പോലത്തെ ജനമാണെങ്കിൽ പൗലോസ് പറഞ്ഞേനെ, ആ ജനം പറഞ്ഞേനെ അന്ന് പഴയ നിയമത്തിൽ സംസാരിച്ചാൽ പിന്നെ സംസാരിക്കണില്ലെന്ന്. പൗലോസിനോട് അന്ന് സംസാരിച്ചതാണ് 14 ലേഖനങ്ങൾ നമ്മുടെ പുസ്തകത്തിനുള്ളിലായ. മനസ്സിലായോ? ഒരുപക്ഷെ അന്നത്തെ ജനം അംഗീകരിച്ചിട്ടില്ലായിരിക്കാം. ആമേ. പക്ഷെ ഇന്ന് കൃപ നമുക്ക് അതൊരു വിളക്കായി ദൈവിക വഴികളിൽ ജീവിക്കുവാൻ. ആമേ. ഹല്ലേലൂയ. അപ്പോൾ തത്സമയത്തെ ഭക്ഷണമുണ്ട്. ഇത് ദൈവദാസന്മാർ സ്വീകരിക്കണം. നിങ്ങൾ സ്വീകരിക്കണം സഹോദരങ്ങളെ, നിങ്ങൾ സ്വീകരിക്കണം. ദൈവദാസന്മാർക്ക് മാത്രം വെച്ചിട്ടുള്ള കാര്യമല്ല ഇത്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂത് എഴുതുന്നത്, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം നിങ്ങൾ എടുത്തു വായിച്ചാൽ 7 സഭകളോടും പറയുന്നത്, ആത്മാവ് സഭകളോടും പറയുന്നത് എന്തെന്ന്? ദൈവദാസന്മാർ കേൾക്കട്ടെ എന്നല്ല, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറഞ്ഞേ. എൻ്റെ ദൈവം ഇന്ന് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ദൈവം ഇന്ന് സംസാരിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ സംസാരിക്കുന്നുണ്ടോ? അതല്ലേ ഉള്ളൂ. അതിൻ്റെ പേരാ പ്രാർത്ഥന. 1 വേ. കൂടുതലും 1 വേയാ. എന്നാൽ അത് 2 വേ ആക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ ഹിതപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ്റെ ഹിതം ഇപ്പം എങ്ങനെ മനസ്സിലാകും? ആത്മാവിലൂടെ. അത് ആദ്യം സ്വർഗത്തിന് ഇങ്ങോട്ട് വരുന്നു, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു.
2 way ആയില്ലേ? ആമേൻ. അത് നമുക്ക് ലഭിക്കുമെന്നുള്ള നമ്മുടെ ധൈര്യമാണ്. ആമേൻ. പറഞ്ഞേ, തത്സമയത്തെ ഭക്ഷണമുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ സഭയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മൾ രാവിലെ കണ്ടു, ഇത് നമ്മുടെ ഭൂമിയിലെ ജീവിതം വളരെ ക്ഷണികമാണ്. എത്രത്തോളം ക്ഷണികം? ഈ ബോള് വന്ന് താഴെ മുട്ടി ആ പൊങ്ങുന്നത് പോലെ ആ മുട്ടുന്ന സമയമേ ഉള്ളൂ നമ്മൾ ഈ ഭൂമിയിൽ. ആമേൻ. 1900 ചേട്ടാ എവിടെയായിരുന്നു? അറിയത്തില്ല. ഇവിടെ ഇല്ല അല്ലേ? അറിയത്തില്ല. ചേട്ടൻ്റെ പേര് കുര്യാക്കോസ് ചേട്ടൻ. ഇതുവരെ ആ സമയം വരെയും ഭൂമിയിൽ ഒന്ന് മുട്ടിയില്ലായിരുന്നു. ആമേൻ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മുട്ടി. ഇനി ഉടനെ തന്നെ ഇത് പൊങ്ങണം. ആമേൻ. ഹല്ലേലൂയ. പൊങ്ങിയില്ലെങ്കിൽ അപകടമാ, പൊങ്ങിയില്ലെങ്കിൽ അപകടം. ഹല്ലേലൂയ. നിസ്സാര സമയമേ ഉള്ളൂ നാം ഈ ഭൂമിയിൽ. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചന്മാരെ കുറിച്ചൊന്ന് ചിന്തിച്ചേ, എവിടെ പോയി? ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തിലേക്കാണ് നാം വരുന്നത്. പക്ഷെ ഈ ലോകം ഭരിക്കുന്നത് ആരാ? പിശാചാ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. ഫസ്റ്റ് ജോൺ 5:19. ദുഷ്ടന്റെ കീഴിൽ കിടക്കുകയാ. അപ്പോൾ ഈ ലോകത്തിലേക്ക് വരുന്ന നാം ഇതേപോലെ പൊങ്ങുന്നില്ല എങ്കിൽ തിരിച്ച് അയച്ചവന്റെ കയ്യിലേക്ക്. ആരാ അയച്ചേ? പിതാവ്. ആമേൻ. അയച്ചവന്റെ കയ്യിലേക്ക് വരുന്നില്ല എങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയി. ആമേൻ. പക്ഷെ ഈ ലോക സംവിധാനം എന്ന് പറയുന്നത് ഇതേപോലെ ബോൾ തിരിച്ചു വരാൻ പാകത്തിൽ ഒരു നല്ല ഒരു കല്ലായിട്ടല്ല, തറയായിട്ടല്ല കിടക്കുന്നേ. ലോക സംവിധാനം ചതുപ്പ് നിലമാണ്. ചതിക്കുന്ന നിലം. ആമേൻ. ഈ ചതിക്കുന്ന നിലത്തിൽ ഇന്ന് ദൈവം നോക്കുമ്പോൾ ദൈവം കാണുന്നത് തൻ്റെ മക്കൾ ലോകത്ത് പോയി ഇടിക്കുന്നുണ്ട്, പക്ഷെ അവർ തിരിച്ചു കിട്ടുന്നില്ല കയ്യിൽ. അവരെ തിരിച്ച് യജമാനനായ ദൈവത്തിന്റെ കയ്യിൽ കിട്ടുന്നില്ല. അവർ ചതിക്കപ്പെട്ട് കിടക്കുക. പല മതപരമായ കർമ്മങ്ങളും പലർക്കുമുണ്ട്. സുവിശേഷം പലരും സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ അവർ മടങ്ങി വരുന്നില്ല യജമാന്റെ കയ്യിലേക്ക് മടങ്ങി വരുന്നില്ല. ജീവൻ കിട്ടുന്നുണ്ട് അവർക്ക്. സുവിശേഷം സ്വീകരിച്ച് ജീവൻ കിട്ടുന്നുണ്ട്, പക്ഷെ കുടുംബത്തിലേക്ക് മടങ്ങി വരുന്നില്ല. ഹലോ, ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ കാണിച്ച് അവർക്ക് സ്തുതിച്ചേ. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഉണരാനുള്ള ഇഞ്ചക്ഷൻ നടന്നുകൊണ്ടിരിക്കണേ. ആമേ. ഉറങ്ങുന്നവനൊന്നും മനസ്സിലാകത്തില്ല. ആമേ. ഈ ഉറങ്ങുന്നവനെ എന്തെങ്കിലും ഈ മയക്ക് വെടി വെച്ചിട്ടങ്ങണ പോലെയാ. അവനെന്തെങ്കിലും ഇങ്ങോട്ട് തട്ടി അവന ഹല്ലേലൂയ പറയൂ, ഹല്ലേലൂയ, സ്തോത്രം പറയൂ, സ്തോത്രം. ഇനി പോകാം. അങ്ങനെ ടൈം മീറ്റിംഗ് വളരെ നന്നായിരുന്നു. എന്തായിരുന്നു പ്രസംഗിച്ച? ഉറങ്ങുക. ആമേ. എന്ത് ശക്തിയാണെന്ന് അറിയാമോ ദേവദാസന്റെ ഹാലേലൂയയ്ക്ക്. എല്ലാവരും ആ ഹാലേലൂയയ്ക്ക് ബഹളം ഉണ്ടാക്കി. കുഞ്ഞേ, ആ മെസ്സേജ് തന്നെ ഏത് തീരത്തേക്ക് അടുപ്പിച്ചേ? പിതാവിന്റെ ഭവനത്തിലേക്കാണ് അടുപ്പിച്ചേ, അതോ പിശാചിന്റെ ഭരണത്തിലേക്കാണ് അടുപ്പിച്ചേ? ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയാം ആദ്യം. ആമേ. യേശു സ്പിരിറ്റ് സുവിശേഷം എന്ന് കേട്ടാ അതിന്റെ കൂടെ പോകല്ലേ? ഹലോ. ആമേ. ഒരിക്കലും കറുത്ത കടലാസ് കൊണ്ടുവന്നിട്ട് ഇതാണ് 500 നോട്ടെന്ന് ആരും പറയില്ല ബുദ്ധിയുള്ളവൻ. ഒറിജിനല് വെല്ലുന്ന 500 നോട്ട് കൊണ്ട് കൈ കിട്ടുന്നിട്ട് പറയും ഇതാണ് 500 നോട്ടെന്ന്. മനസ്സിലായോ? ഇത് കൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്താ? ഇതാ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു, ആത്മാവ് വ്യാപരിക്കുന്നു. അതിന് എന്താ പൗലോസ് ഭയപ്പെടുന്നേ? അത് ഞങ്ങൾ പ്രസംഗിക്കുന്നതല്ല, മറ്റൊരു ക്രിസ്തു, മറ്റൊരു സുവിശേഷം,
മറ്റൊരാത്മാവ്. ഇങ്ങനെയുണ്ടോ? അതെ, അതുകൊണ്ടാണ് ഭയപ്പെടുന്നേ. കാരണം ഞാൻ ദൈവത്തിന്റെ എരിവോടെ നിങ്ങളെ കുറിച്ച് എരിയുന്നു. ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. എനിക്ക് നിങ്ങളുടെ ഒന്നും പോക്കറ്റ് വേണ്ട എന്നാ പൗലോസ് പറയുന്നത്. എനിക്ക് നിങ്ങളുടെ പോക്കറ്റ് വേണ്ട. ആമേൻ. പക്ഷെ നിങ്ങളെ അവിടെ കാണണം. ആമേൻ. നിങ്ങളെ അവിടെ കാണണം. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ പുകഴ്ത്തേണ്ട, പക്ഷെ എനിക്ക് നിങ്ങളെ അവിടെ കാണണം. നിങ്ങൾ ചതിക്കപ്പെടരുത്. ഹല്ലേലൂയ. ഇവിടെ സ്തോത്ര കാഴ്ച എടുക്കുന്നതല്ല. നിങ്ങളുടെ ഒന്നും ഇവിടെ വേണ്ട, പക്ഷെ നിങ്ങൾ ഓരോരുത്തരെ അവിടെ കാണണം. നിങ്ങളെ മാത്രം പോരാ, നിങ്ങൾ വഴി അനേകരെ കാണണം. ഗ്ലോറി. ഹല്ലേലൂയ. തക്ക സമയത്തെ ഭക്ഷണം. പറഞ്ഞേ, തക്ക സമയത്തെ ഭക്ഷണം. തക്ക സമയത്തെ ഭക്ഷണമായി കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതാണ്. പിതാവിൻ്റെ ബിസിനസ്സിനെതിരെയുള്ള പിശാചിന്റെ ബിസിനസ്. ഈ വാക്ക് കേൾക്കുമ്പോൾ ചിലർക്ക് കൃപയാൽ കഴിഞ്ഞ മാസമാണോ അതിന് മുമ്പത്തെ മാസമാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹാർവസ്റ്റ് TV ഒരുക്കിയ ഒരു മീറ്റിങ്ങിൽ തിരുവനന്തപുരത്ത് 3 ദിവസം നിങ്ങളെപ്പോലെ തന്നെ അവിടുത്തെ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കൃപ നൽകി. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടിയിരുന്ന എല്ലാ നോട്ടുകളും എഴുതിയെടുത്ത ഒരു കർത്താസൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മീറ്റിംഗ്, അറിയാൻ പാടാത്ത മർമ്മങ്ങളായിരുന്നു, എന്തൊരു ദൈവ സാന്നിധ്യമായിരുന്നു എല്ലാം പറഞ്ഞിട്ട് അവസാനം. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്കിവിടെ ദഹിക്കണില്ല. അതെന്താ? അദ്ദേഹം പറഞ്ഞു, ഈ പിതാവിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞില്ലേ, ആ ബിസിനസ് എന്ന് പറഞ്ഞത് മാത്രം എനിക്ക് അങ്ങോട്ട്. ദൈവം ബിസിനസ് ചെയ്യൂ. വളരെ നിർമ്മലമായ ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചേ. അപ്പോ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഞാനൊന്നും എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല. ബൈബിളിലുള്ളത് ആസ് ഇറ്റ് ഈസ് പറഞ്ഞതേ ഉള്ളൂ. അത് ബൈബിളിൽ അങ്ങനെ ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, കിങ് ജെയിംസ് വേർഷൻ ബൈബിളാണ് നമ്മൾ ഓത്തറൈസ്ഡ് വേർഷനായിട്ട് എല്ലാവരും കണക്കാക്കുന്നേ, അതെടുത്ത് നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കിങ് ജെയിംസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എവിടെയാണെന്ന് കാണാനില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി. തുടർന്ന് ഇവിടെ ഒരു കിങ് ജെയിംസ് ഇല്ല, ന്യൂ കിങ് ജെയിംസ് ഉണ്ട്. ഞാൻ പറഞ്ഞ എടുത്ത് നോക്കാൻ പറഞ്ഞു. എടുത്ത് നോക്കി അദ്ദേഹം അത് വായിച്ചു. അദ്ദേഹം വായിച്ചപ്പോൾ ന്യൂ കിങ് ജെയിംസിൽ എഴുതിയിരിക്കുകയാണ് ഫാദേഴ്സ് ബിസിനസ്. ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? മലയാളം ബൈബിളിലെ ട്രാൻസ്ലേഷൻ വേറെ എന്തോ എഴുതി വെച്ചിരിക്കുന്നേ. അതിനുശേഷം അദ്ദേഹം കിങ് ജെയിംസ് ബൈബിൾ എടുത്തിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു, തുറന്നു നോക്കാൻ പറഞ്ഞു. അതിലും എഴുതിയിരിക്കുന്നത് ഫാദേഴ്സ് ബിസിനസ്. ഏതൊരു ബിസിനസ്സിനും ഒരു ഫ്രൂട്ട് ഉണ്ട്, ഒരു ഫലമുണ്ട്. പിതാവിൻ്റെ ഈ പദ്ധതിക്കും ഈ ബിസിനസ്സിനും ഒരു ഫലമുണ്ട്. ഗ്ലോറി. അതുകൊണ്ടാണ് എപ്പോഴും പിതാവ് വരുമ്പോൾ ഒന്ന് അന്വേഷിച്ചു വരും. എന്താണെന്നറിയോ? ഫലം. ഫലം അന്വേഷിച്ചു വരും. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നാം മനസ്സിലാക്കാൻ പോകുന്നത് പിതാവിൻ്റെ ബിസിനസ്സിനെതിരെയുള്ള പിശാചിൻ്റെ ബിസിനസ്. ഇതാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് വാക്യങ്ങളായിട്ട് നാം സാവധാനം മനസ്സിലാക്കും. കഴിഞ്ഞ റിട്രീറ്റിൽ ഇവിടെ 3 ദിവസവും പറഞ്ഞത് പിതാവിൻ്റെ ബിസിനസ്സിനെ കുറിച്ചാണ്. ആമേൻ. എത്ര പേരുണ്ടായിരുന്നു അന്ന്? ഗ്ലോറി. നിങ്ങൾ ചിലർ കഴിഞ്ഞ റിട്രീറ്റിലുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് എനിക്ക് ആ ക്ലാസ്സുകൾ ബൈപ്പാസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം അത് മനസ്സിലാക്കാതെ, പിതാവിൻ്റെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാതെ, ശ്രദ്ധിക്കുക, പിശാചിന്റെ ബിസിനസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി. ഗ്ലോറി. ഹല്ലേലൂയ. കരങ്ങളുടെ കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്.
Glory to God. Hallelujah. Jesus, we thank you. Hallelujah. Hallelujah. Jesus, we thank you. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പ്രിയ സഹോദരിക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. Glory. Hallelujah. Thank you, Jesus. അപ്പോൾ അങ്ങ് പ്രവർത്തിച്ചതിനായി സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, പിതാവിൻ്റെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ നമുക്ക് പിശാചിൻ്റെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് നാം ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് പിതാവിൻ്റെ ബിസിനസിനെ കുറിച്ചാണ്. തുടർന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് പിശാചിൻ്റെ ബിസിനസിനെ കുറിച്ചാണ്. എന്നാൽ എങ്ങനെയാണ് ആ സിസ്റ്റർ എവിടെയും കൂടെ കിടത്തിയാട്ടെ സഹോദരങ്ങൾ, എവിടെയെങ്കിലും ഇരുത്താതെ. Jesus, I thank you. Glory to God. Hallelujah. Jesus, we thank you. Hallelujah. കർത്താവിന്റെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. Jesus, we thank you. Hallelujah. Jesus, we thank you. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ അറിയാം എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതിയിരിക്കുന്നു. Devil's business is to hide God's business using man's business. പിശാചിന്റെ ബിസിനസ് എന്ന് വളരെ ജയിച്ചു നിൽക്കുകയാണ്. അവനെ വലുതാക്കി പറയുകയല്ല, ഇന്ന് ഭൂമിയിൽ കാണുന്ന അവസ്ഥ പറയുകയാണ്. ഇത് ജനം മനസ്സിലാക്കിയില്ല എങ്കിൽ, ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ധാരാളം വിശ്വസ്തന്മാരുണ്ട്, പക്ഷെ അവർക്ക് ബുദ്ധിയില്ല. വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. നിങ്ങൾ പലരും വിശ്വസ്തന്മാരാ, പക്ഷേ ആ ദൈവിക ബുദ്ധി കൂടെ നാം പ്രാപിക്കണം. ഗ്ലോറി. അല്ല എങ്കിൽ നാം വിശ്വസ്തരായിരിക്കുകയും പരാജയപ്പെടുകയും ചെയ്യും. ആമേൻ. എന്താണ് പിശാചിന്റെ ബിസിനസ്? ഇത് നാം മനസ്സിലാക്കുക. മനസ്സിലായില്ല എങ്കിൽ പരാജയപ്പെടും. ഇന്ന് ആത്മലോകത്തിലും ഭൗതിക ലോകത്തിലും കൂടെ നടക്കുന്ന 3 ബിസിനസ്സുകളാണ്. ഒന്ന് പിതാവിൻ്റെ ബിസിനസ്, 2 പിശാചിന്റെ ബിസിനസ്, 3 മനുഷ്യന്റെ ബിസിനസ്. 3 ബിസിനസ്സുകളാണ്. ഒന്ന് പിതാവിൻ്റെ ബിസിനസ്, മറ്റൊന്ന് പിശാചിന്റെ ബിസിനസ്, മൂന്നാമത്തത് മനുഷ്യന്റെ ബിസിനസ്. ഇനി എങ്ങനെയാണ് പിശാച് പിതാവിന്റെ ബിസിനസ്സിനെ മറയ്ക്കുന്നത്? വളരെ സിമ്പിൾ. മനുഷ്യന്റെ ബിസിനസ് കൊണ്ടാണ് പിതാവിന്റെ ബിസിനസ്സിനെ മനുഷ്യർക്ക് മറയ്ക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ബിസിനസ്സിൽ അഡ്വാൻസ് ചെയ്യുന്നതോടെ പിതാവിന്റെ ബിസിനസ് അവരിൽ നിന്നും മറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാണ് ഇന്ന് പിതാവിന്റെ ബിസിനസ് ലോകത്ത് വെളിപ്പെടാത്തത്. ഇച്ചിരി ആഴം കൂടിയ കാര്യമാണ്. ജസ്റ്റ് വീണ്ടും ഇപ്പോൾ ജനിച്ചവർക്ക് ഒരു പക്ഷേ, അല്ലെങ്കിൽ ജനിക്കാതെ വന്നിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടിയായിരിക്കും. വളരെ ലളിതമായ രീതിയിൽ അഭിനയിച്ചൊക്കെ ആയിരിക്കും തുടർന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഒരു നാടകം തന്നെ ഒരുപക്ഷെ ഇവിടെ നടന്നിരിക്കും. യാമേ, നിങ്ങളൊക്കെ ആയിരിക്കും അതിലെ അഭിനയിക്കുന്ന വ്യക്തികൾ. എന്നോട് സഹകരിക്കാൻ തയ്യാറാണോ? എങ്കിലേ ആത്മലോകത്തിലെ കാര്യങ്ങളും പിശാചിൻ്റെതായ പ്രവൃത്തികളും വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. യാമേ, ഹല്ലേലൂയ. ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് പിതാവിൻ്റെ ബിസിനസ്, എന്താണ് പിശാചിൻ്റെ ബിസിനസ്, എന്താണ് മനുഷ്യൻ്റെ ബിസിനസ്. തിരുവചനത്തിലൂടെ നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. ഗ്ലോറി. ഉണർന്നിരിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ.
ഇത് നിങ്ങൾ വചന ശ്രദ്ധയോടെ കേട്ടാൽ വചനം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും. ആമേൻ. അതൊരു ശ്രദ്ധയോടെ വചനത്തിന് ചെവി കൊടുക്കുക. ഇന്ന് ഇത് തിരിച്ച് ഈ ബോളുകൾ കർത്താവിൻ്റെ കയ്യിൽ തിരിച്ചു വരുന്നില്ല, വളരെ റയറാണ് വരുന്നത്. അതായത് മനുഷ്യൻ ഇന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, എന്നിട്ടും ഇതാ പിതാവിൻ്റെ കയ്യിലേക്ക് മടങ്ങി വരുന്നത് വളരെ ചുരുക്കം. ഒരുപക്ഷെ നമുക്കത് മനസ്സിലാകത്തില്ല. പിതാവിൻ്റെ ബിസിനസ് എന്ന ഫാദേഴ്സ് ബിസിനസ് ഉള്ള ബുക്ക് നിങ്ങൾ വാങ്ങുക, അത് മനസ്സിലാക്കുക, ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. നമ്മുടെ 3-ാമത്തെ പുസ്തകമാണ് കൃപയാൽ ദൈവം തന്നിട്ടുള്ള വെളിപ്പാട്. അപ്പോൾ പ്രിയരെ, ഡബിൾസ് ബിസിനസ് ഈസ് ടു ഹൈഡ് ഗോഡ്സ് ബിസിനസ് യൂസിങ് മാൻസ് ബിസിനസ്. ആദ്യമായിട്ട് നാം പിതാവിൻ്റെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 49-ാം വാക്യം. അവൻ അവരോട്, എന്നെ തിരഞ്ഞതെന്തിന്? എന്റെ പിതാവിനുള്ളത് ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണുവാനായിട്ട് കഴിയും. ബിസിനസ് എന്ന് പറഞ്ഞത് കൊണ്ട് അകത്ത് പ്രോബ്ലം ഉള്ളവർക്കെല്ലാം ഇത് വാച്ച് ചെയ്യാം. ഇതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, തൻ്റെ 12-ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തു മാതാപിതാക്കളുമായി ജെറുസലേം ദേവാലയം സന്ദർശിച്ച് മടങ്ങി വരുമ്പോൾ മാതാപിതാക്കന്മാർ മടങ്ങി. എന്നാൽ യേശു ക്രിസ്തു ദേവാലയത്തിൽ ശാസ്ത്രിമാരോടും പണ്ഡിതന്മാരോടും എല്ലാം കൂടെ ഇരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും, കേട്ടിട്ട് യേശു അങ്ങനെ വെറുതെ ഇരുന്നില്ല, യേശു അവരോട് ചിലതൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ കേട്ടവർക്കെല്ലാം വലിയ ആശ്ചര്യമുണ്ടായി. ഈ 12 വയസ്സുള്ള ബാലനെയും ഞാനും ഒക്കെ എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജോസഫും മേരിയും യേശുവിനെ കാണാതെ തിരഞ്ഞ് മടങ്ങി യെരുശലേം ദേവാലയത്തിലെത്തുന്നത്. എന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് അതിൻ്റെ 48-ാം വാക്യം. അവനെ കണ്ടിട്ട് അമ്മ അവനോട്, മകന് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. നിന്നെ തിരഞ്ഞു, വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. ഗ്ലോറി. ഇനി യേശുവിൻ്റെ മറുപടിയാണ്, യേശുവിൻ്റെ സന്ദേശത്തിൻ്റെ, യേശുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനത്തിൻ്റെ ആകെ ലക്ഷ്യം. യേശുവിൻ്റെ ആദ്യ പ്രസംഗം തൻ്റെ 30-ാമത്തെ വയസ്സിലല്ല, തൻ്റെ 12-ാമത്തെ വയസ്സിലായിരുന്നു. തൻ്റെ ആദ്യ പ്രസംഗത്തിലെ ക്രൗഡ് എന്ന് പറയുന്നത് തൻ്റെ മാതാപിതാക്കന്മാരായിരുന്നു. ആ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ ഇതായിരുന്നു, സന്ദേശവും ഇത് തന്നെയാണ്, ഫാദേഴ്സ് ബിസിനസ്. 49-ാം വാക്യത്തിലാണ് യേശു അത് പറയുന്നത്. അവരോട് എന്നെ തിരഞ്ഞത് എന്തിനെ? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇത് കേട്ട് ഞാൻ നമുക്ക് മനസ്സിലാകാൻ, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കണം. അടുത്ത വായിക്കെന്ന് പറഞ്ഞങ്ങ് പോകും ഇല്ലേ? ഹല്ലേലൂയ. അങ്ങനെ ഓടല്ലേ? ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം. കിങ് ജെയിംസ് വെർഷൻ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്തോ സംഭവമാണ്. അതിൻ്റെ തൊട്ട് പുറത്ത് കിങ് ജെയിംസ് വെർഷൻ കാണാം. അതിൽ എഴുതിയിരിക്കുകയാണ്, ആൻഡ് ഹി സെഡ് അൺടു ദം, ഹൗ ഇസ് ഇറ്റ് ദാറ്റ് ഹി സോട്ട് മീ? Wist ye not that I must be about my father's business? എൻ്റെ പിതാവിൻ്റെ ബിസിനസ്സിൽ ഞാൻ ആയിരിക്കണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നാണ് മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ബിസിനസ്,
ഞാൻ ആയിരിക്കണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നമ്മളോടാണ് ചോദിക്കുന്നത്, നമ്മൾ എന്നാ പറയും? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾക്ക് എന്താ അറിയൂ? സ്ഥിരം ഞങ്ങളുടെ ചർച്ചിൽ നടക്കുന്ന ഡെലിവറൻസ് മീറ്റിങ്ങിനെ കുറിച്ചും ആരാധനയെ കുറിച്ചും ഞങ്ങൾക്ക് അറിയാം. അതിൻ്റെ അപ്പുറത്തേക്കും ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. യേശുവിന്റെ മനസ്സ് നോക്കുക. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അത്തരം സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ബിസിനസ്സിലായിരിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഇനി ജനത്തിന്റെ അവസ്ഥ പറയാം, മാതാപിതാക്കന്മാരുടെ അതേ അവസ്ഥയാണ്. ജനത്തിന്റെ അവസ്ഥ പറയാം, മാതാപിതാക്കന്മാരുടെ അതേ അവസ്ഥയാണ്. കേരളത്തിൽ കർത്താവിനെ സ്തോത്രം ചെയ്ത് ഒന്നുകൂടെ. ഇപ്പൊ ചിലർക്ക് മനസ്സിലാകുന്നുണ്ടാവും, വചനം പറയുന്നത് എത്രയോ സത്യമാണ്, ഞാൻ ഉറങ്ങുകയല്ലേ, എത്രയോ സത്യമാണ്, ഞാൻ ഉറങ്ങുകയല്ലേ. ഇനി അടുത്ത വാക്യം ജനത്തിന്റെ അവസ്ഥ അവിടെ പറയാം. ആദ്യത്തെ ഓഡിയൻസിന്റെ അവസ്ഥ അവരെഴുതിയിരിക്കുക, അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് ആദ്യത്തെ ഓഡിയൻസ് ഗ്രഹിച്ചില്ല. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ വലിയ അത്ഭുതമൊന്നും പെടണ്ട മനസ്സിലായില്ലെങ്കിലും. ഈവൻ മറിയയ്ക്ക് യോസേഫിന് പോലും മനസ്സിലായില്ല, പിന്നെയാണോ ഞങ്ങൾക്ക്? നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അല്ലേ? ആദ്യത്തെ ഓഡിയൻസിന് പോലും മനസ്സിലായില്ല ഈ ഫാദേഴ്സ് ബിസിനസിനെ കുറിച്ച് പറഞ്ഞിട്ട്. മനസ്സിലായോ? ആമേൻ, ഹല്ലേലൂയ. അപ്പോ പിതാവ് ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമുക്ക് മനസ്സിലായി. നമ്മൾ മതരീതിയിലാണ് കണ്ടേ. മതം എന്ന് പറയുമ്പോൾ അവർക്കൊരു സ്വന്തമായൊരു ചിന്തയുണ്ട്. ആ ചിന്തകളിലൂടെ അവരൊരു ദൈവത്തെ ഉണ്ടാക്കുന്നു. ആ ദൈവത്തോട് അവർ ചോദിക്കുന്നു. അപ്പോൾ ആ ചോദിച്ച ആ ദൈവം തങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ മറുപടി തരുന്നു. അതോടുകൂടി അവരുടെ ദൈവം കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ സർവചരാചരങ്ങളെ ഉണ്ടാക്കിയ ദൈവം അങ്ങനെയല്ല. ദൈവം ഒന്നും വെറുതെ ചെയ്യുന്നില്ല, എല്ലാം തൻ്റെ ഉദ്ദേശത്തിനായിട്ടാണ് ചെയ്യുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവം വലിയൊരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയത്തിൽ. വലിയൊരു പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽ നമ്മളിപ്പോൾ പറയുന്നില്ല, തുടർന്നുള്ള സമയം നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ അതിൻ്റെ ഒരു നട്ട്ഷൽ, ഒരു ചെറിയൊരു സംക്ഷിപ്ത രൂപം നമുക്ക് മനസ്സിലാകും ധൂർത്തപുത്രന്റെ കഥയിലൂടെ. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ദൈവം ചെയ്യുന്ന ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ധൂർത്തപുത്രന്റെ കഥ നമ്മളെ സഹായിക്കും. ഇതിന്റെ 15-ാം അധ്യായത്തിൽ 3 ഉപമകളുണ്ട്. ഒരു വ്യക്തിക്ക് 100 ആടുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് നഷ്ടപ്പെട്ടു. തുടർന്ന് ആ നഷ്ടപ്പെട്ട ആടിനെ തേടി ആ വ്യക്തി പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണത്. കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ച് കണ്ടെത്തി വീട്ടിലേക്ക്, ആ തൊഴുത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. പറഞ്ഞേ, തൊഴുത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇനി അടുത്ത ഉപമയുണ്ട്. ആ ഉപമയാണ് ദ്രഹ്മയുടെ ഉപമ. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. അതിൽ 1 കാണാതെ പോയി. തുടർന്ന് ആ കാണാതെ പോയതിനെ ആ സ്ത്രീ കണ്ടുകിട്ടും വരെ അന്വേഷിക്കുകയാണ്. പറഞ്ഞേ, കണ്ടുകിട്ടും വരെ അന്വേഷിച്ച് അത് കണ്ടു കിട്ടിയതിന് ശേഷം സന്തോഷിക്കുകയാണ്. ആമേൻ. ഇനിയാണ് ദൈവം തൻ്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട തൻ്റെ കുടുംബത്തിലെ കഥ അറിയിക്കുന്നത്. ഉപമയിലൂടെയാണ് അറിയിക്കുന്നത്. ഉപമ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കഥ, സ്വർഗീയാർത്ഥം. കാരണം സ്വർഗത്തിലെ കാര്യങ്ങൾ നേരിട്ട് നമ്മളോട് പറയാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവുകയില്ല.
അതുകൊണ്ടാണ് ഉപമകളിലൂടെ പറയുന്നതിൻ്റെ ഒരു കാരണം. വേറൊരു കാരണം കൂടി ഉണ്ട്, ഒരു കാരണം. അപ്പോൾ അടുത്തത് മൂന്നാമത്തേത് പറയുകയാണ്, ഒരാൾക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പനോട് എൻ്റെ വസ്തുവകൾ ഇങ്ങ് തന്നേര് എന്ന് പറഞ്ഞ് വസ്തുവകൾ വാങ്ങിച്ച് ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന രംഗമാണ്. തുടർന്ന് ആ പിതാവിൻ്റെ സമ്പത്തെല്ലാം ചീത്ത കൂട്ടുകെട്ടുകളിലൂടെ നശിപ്പിച്ച്, തൻ്റെ സമ്പത്തെല്ലാം നശിച്ച് അവസാനം പന്നിയെ മേയ്ക്കുന്ന ഒരു ജോലി, അതിനായി താൻ അപേക്ഷിക്കുകയും ആ ജോലി കിട്ടുകയും, പക്ഷേ അവിടെ നിന്ന് പന്നി തിന്നുന്ന വാളവര തിന്നുവാൻ താൻ ആഗ്രഹിച്ചു. പക്ഷെ അതും കിട്ടാതെ താൻ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവന് സുബോധം വന്നു. തുടർന്ന് സുബോധം വന്ന അവൻ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. തുടർന്ന് അടുത്ത സ്റ്റെപ്പ്, അവൻ ആ തീരുമാനം നടപ്പിലാക്കുകയാണ്. ആ തീരുമാനം നടപ്പിലാക്കാൻ അവൻ എഴുന്നേറ്റു, പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി. അപ്പൻ അത് കണ്ട് ദൂരെ നിന്ന് അവനെ ചെന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അകത്ത് കൊണ്ടുവരികയാണ്. തൻ്റെ ഭൃത്യന്മാരോട് പറയുകയാണ്, ഇത് നിങ്ങൾ ആദ്യത്തെ 2 ഉപമയായിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കണം. തൻ്റെ ഭൃത്യന്മാരോട് പറയുകയാണ്, എൻ്റെ ഈ മകൻ അവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചു. കാണാതെ പോയിരുന്നു, ഇപ്പോൾ കണ്ടു കിട്ടിയിരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 2 സൂക്ഷിച്ചോളൂ. എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. പിതാവിൻ്റെ ചിന്തയിലെ കാര്യമാണ് ഈ പറയുന്നത്. എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. ഇതിലെ പിതാവാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. ധൂർത്തപുത്രനാണ് ആദവും ആദത്തിന്റെ തലമുറകളും. ആമേൻ. ഇവരെ കുറിച്ച് പിതാവിന്റെ അഭിപ്രായം നോക്കുക. എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, അവൻ ഇപ്പോൾ ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. ഹലോ, കാരണം കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. ആ വ്യക്തി തിരിച്ചും, ഒരാൾ അങ്ങോട്ട് പറ, മറ്റേ ആള് തിരിച്ചും പറ. ഈ ശബ്ദത്തിൽ കേൾക്കുന്നവർ അതേപോലെ തന്നെ ചെയ്യേ. ഒരാൾ പറ, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. ഇനി മറ്റേ ആള് തിരിച്ചു പറ, കാണാതെ പോയിരുന്നു, ഇപ്പോൾ കണ്ടു കിട്ടിയിരിക്കുന്നു. എത്ര കാര്യമുണ്ട്? ഒന്ന്, മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. ഇനി ആദ്യത്തെ 2 ഉപമകളിലേക്ക് മടങ്ങി പോകണം. ഏതൊക്കെയാണ് ഉപമ? ആടിന്റെ ഉപമയും ദ്രമ്മയുടെ ഉപമയും. ഈ ആടിന്റെ ഉപമയും ദ്രമ്മയുടെ ഉപമയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പുത്രന്റെ ഉപമയുമായിട്ടൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ആടും ദ്രമ്മയും മരിച്ചില്ല. ആടും ദ്രമ്മയും മരിച്ചില്ല, കാണാതെ പോയത് മാത്രമേ ഉള്ളൂ. മനസ്സിലായത് നിങ്ങൾക്ക്? ആടും ദ്രമ്മയും മരിച്ചേയില്ല, കാണാതെ പോയതേ ഉള്ളൂ. ആട് മരിച്ചായിരുന്നോ? ഇല്ല. പക്ഷെ പിതാവ് പറയുന്നു, മകനെ സംബന്ധിച്ച് എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെന്റ്, ആടിനും ദ്രമ്മയ്ക്കും ഒപ്പത്തിനൊപ്പം പോവാ. കാണാതെ പോയിരുന്നു, ഇപ്പോൾ കണ്ടു കിട്ടിയിരിക്കുന്നു. ഹലോ, മനസ്സിലായോ? ഇന്നത്തെ മേജർ ക്രിസ്ത്യാനി
ക്രിസ്ത്യാനികളിൽ സംഭവിച്ചത്, പിശാച് ദിവ്യമായ സുവിശേഷത്തെ മറച്ചതുകൊണ്ട്, മനുഷ്യന്റെ ബിസിനസ്സുകളിലൂടെ മറച്ചതുകൊണ്ട്, ഇന്നത്തെ സുവിശേഷങ്ങളിലൂടെ ചാർജ് ചെയ്തില്ല. ഇവിടെ എൻ്റെ കവറ് സോറി ബ്രദേഴ്സ്. ഇന്നത്തെ മേജർ ക്രിസ്തീയ വിഭാഗങ്ങളിലും നടക്കുന്നതും ആയിരിക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ച് മരിച്ച ജനത്തിന് ജീവൻ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. ആമേൻ. മനസ്സിലായോ? ഇന്നത്തെ സുവിശേഷീകരണത്തിനായി, ആ സുവിശേഷീകരണത്തിനായി സ്തോത്രം. പക്ഷേ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ പരാജയമാണ്. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവനിപ്പോ ഇതാ വീണ്ടും ജീവിക്കുന്നു. ആമേൻ. ആടിനും ദ്രഹ്മയ്ക്കും ഇത് വേണ്ടായിരുന്നു. മനസ്സിലായോ? ആടിനെയും ദ്രഹ്മയെയും കണ്ടെത്തിയാൽ മാത്രം മതിയായിരുന്നു. ഹലോ, നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നുണ്ടോ? ആടിനും ദ്രഹ്മയ്ക്ക് കണ്ടെത്തിയാൽ മാത്രം മതിയായിരുന്നു. ജീവൻ കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. എന്നാൽ മകനെ സംബന്ധിച്ച് അത് പോരാ. കരത്തിൽ കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ. പിശാച് ചിന്തിക്കുന്നത് ഒരു വെല്ലുവിളി പോലെയാ. തിരിച്ചങ്ങോട്ട് ഞാനിപ്പോൾ എന്താ പറഞ്ഞെന്നറിയാമോ? പിശാച് പറഞ്ഞ ഇത് ഇവരുടെ അകത്ത് ഞാൻ കയറ്റത്തില്ല. കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ പറഞ്ഞ് ഞാൻ അകത്ത് കയറ്റിക്കും. ഹല്ലേലൂയ. ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല അല്ലേ? ഈ തല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ പലരെയും ഉറക്കിച്ചിട്ടാണ്, ഉറക്കത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പിശാച് അത് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് അവർ കണ്ണു തുറന്നിരിക്കുവാണെങ്കിലും ഒന്നും കിട്ടുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ്, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഈ ഭാരം ഞാൻ അങ്ങോട്ടേ ഏൽപ്പിക്കുക. ആമേൻ. ഹല്ലേലൂയ. ജീസസ് ആക്കി മോനിങ്ങോ വന്നേ. മോനിങ്ങോ. ഹല്ലേലൂയ. ഇതൊരു താൽക്കാലികമായ ഡോമോ കാണിക്കാൻ പോവാം. ഓക്കെ, നല്ലൊരു കുഞ്ഞാണ്. ഇപ്പോൾ ആദമായിട്ട് കൂട്ടുകയാണ്. പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഈ മകൻ നഷ്ടപ്പെടാൻ പോവുകയാണ്. കർത്താവിനെ കർത്താവിനെ സ്തോത്രം ചെയ്തു. ഈ മകൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് വേറെ രണ്ട് കാര്യങ്ങളോട് നഷ്ടപ്പെട്ടു. ഏതൊക്കെയാണ്? ആട്, ദ്രഹ്മ നഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം ആടാക്കാം, പിന്നെ ദ്രഹ്മയാക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമുക്കൊരു കോയിൻസ്, നിങ്ങൾ ആരെങ്കിലും കോയിൻസ് തന്നാൽ അത് നമുക്ക് കാണിക്കാം. പിന്നെ മകനാക്കാം. അപ്പോൾ ഒരാട് നഷ്ടപ്പെട്ടു പോകും. മോനെ ഇവിടെ നടന്ന് അപ്പുറത്ത് ആ തോണിൻ്റെ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകും. ആട് നഷ്ടപ്പെട്ടു പോവുക. അവിടെ നിന്നോളൂ. അങ്ങനെ ചുറ്റി നടക്കുക. അവിടെ തന്നെ നടന്നോളൂ. ആട് നഷ്ടപ്പെട്ടു. ആട്ടിടയൻ ഇതാ ആടിനെ തേടി പോവുകയാണ്. ഗ്ലോറി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുണ്ടോ കേട്ടോ? ഗ്ലോറി. ആട്ടിടയൻ ആടിനെ തേടി ആട് നടക്കുക, അലഞ്ഞ് നടക്കുക, ആടിനെ തേടി പോവുകയാണ്. അങ്ങനെ
പേടി പോയി. അവസാനം തന്നെ നഷ്ടപ്പെട്ട ആടിനെ കിട്ടി. അങ്ങനെ കൊണ്ടുവന്ന് തൊഴുത്തിലേക്ക് കയറ്റി സന്തോഷിക്കുകയായി. മനസ്സിലാവുന്നുണ്ടോ? തോളിലേറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? പക്ഷെ അത്രയുള്ള കപ്പാസിറ്റി എനിക്കില്ല. ആമേൻ, ഗ്ലോറി. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. ആമേൻ. ഇനി അടുത്ത ദ്രഹ്മ. മോനെ എവിടെ ദ്രഹ്മ? എന്ത് ചെയ്യും? 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. ഇതൊന്നേ ഉള്ളൂ. കാരണം കാണാതെ ഒന്ന് പോയാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ദ്രഹ്മ കാണാതെ പോയി. ഇനി ആ സ്ത്രീയെ ചൂലെടുത്തു, വിളക്കെടുത്തു, അന്വേഷിച്ച് നടക്കുകയാണ്. ദ്രഹ്മ ഇപ്പൊ കയ്യിലില്ല. കയ്യിൽ കണ്ടു കിട്ടിയിരുന്നെങ്കിൽ സ്ത്രീക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഉപയോഗിക്കാമായിരുന്നു. പറഞ്ഞേ, കണ്ടു കിട്ടിയാൽ ഉപയോഗിക്കാം. ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുമോ? ഇപ്പൊ എന്താ ഉപയോഗിക്കാൻ പറ്റാത്ത? കാണാതെ പോയിരിക്കുക. അപ്പൊ കാണാതെ പോയാൽ എന്ത് പറ്റത്തില്ല? കാണാതെ പോയാൽ ഒന്നുകൂടി പറ. കാണാതെ പോയാൽ കണ്ടു കിട്ടിയാലോ? കേറണുണ്ടല്ലേ അകത്ത് കുറേശ്ശെ. കണ്ടു കിട്ടിയാൽ ഉപയോഗിക്കാം. ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കുക. തുടർന്ന് ഇതാ ആ ദ്രഹ്മ കണ്ടു കിട്ടിയ. ഇനി ഇത് ഉപയോഗിക്കാം. മനസ്സിലായോ? ഇപ്പൊ കൈ കിട്ടിയപ്പോ ഇനി ഉപയോഗിക്കാം. എന്തെങ്കിലും കടയിൽ കൊടുത്ത് ഇതിന്റെ വാല്യൂര് എന്തെങ്കിലും വാങ്ങിക്കാം, ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇനി പുത്രന്റെ കഥയിൽ ഇതല്ല സംഭവം. ദ്രഹ്മയും ആടും പോലെയല്ല. പുത്രൻ കാണാതെ പോവുക മാത്രമല്ല, പുത്രൻ മരിക്കുകയും കൂടി ചെയ്തു. കാരണം കർത്താവിന് സ്തോത്രം ചെയ്തു.